നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ബ്രാഗ്സ് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ബ്രാഗ്സ് ലോ അതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ മുതൽ തുടങ്ങാം. എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാഗ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതിൻ്റെ രണ്ട് മെത്തേഡ്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ WH ബ്രാഗ് ആൻഡ് WL ബ്രാഗ് considered the X-ray diffraction by crystals in terms of reflection of X-rays from successive parallel planes of motifs in them. അപ്പോൾ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻസ് എന്താണ്, രണ്ടൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൽ പാരലൽ ലൈൻസ് പോലെയാണ് ലൈൻസുകൾ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ റേസ് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് അവരുടെ അസംഷൻ ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ബ്രാഗ്സ് ലോ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെ വേണം നമ്മൾ അതിനെ വരയ്ക്കാൻ. എന്ത് ചെയ്യുക, കൺസിഡർ എ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ പാരലൽ ലാറ്റിസ് പ്ലെയിൻസ് ഓഫ് ക്രിസ്റ്റൽ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ എ ഡിസ്റ്റൻസ് d. അപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ ഡിസ്റ്റൻസ് എന്താണ് d. ഇപ്പോൾ 2-3 ക്രിസ്റ്റൽസിൻ്റെ ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, d ആയിട്ടാണ് നമ്മൾ എടുക്കുക. ലെറ്റ് എ പാരലൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ വിൽ ഇൻസിഡൻറ്റ് അറ്റ് എൻ ആംഗിൾ തീറ്റ അപ്പോൺ ദ ക്രിസ്റ്റൽ. അപ്പോൾ അവിടേക്ക് വരുന്ന, അപ്പോൾ LMN അതേപോലെ PQR അതൊക്കെ എന്താണ്, ക്രിസ്റ്റൽസിൻ്റെ മുകളിലേക്ക് വരുന്ന എക്സ്റേകളാണ്. PQ അതേപോലെ LM എന്താണ്, ഇൻസിഡൻ്റ് റേസും. QR ആൻഡ് MN എന്താണ്, റിഫ്ലക്റ്റഡ് റേസും. അവരും ആ പ്ലെയിനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, തീറ്റയാണ്. ഇതാണ് സം ഓഫ് ദം വിൽ റിഫ്ലക്റ്റഡ് ഫ്രം ദ അപ്പർ ലാറ്റിസ് പ്ലെയിൻ A'. സം വിൽ പെനട്രേറ്റ് ദ ക്രിസ്റ്റൽസ് ആൻഡ് വിൽ റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പോൾ ചിലതെന്ത് ചെയ്തു, സർഫസിൽ വന്നിട്ട് തന്നെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ചിലതെന്ത് ചെയ്തു, ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വന്നിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോയത്. PQR ആൻഡ് LMN റെപ്രസെൻറ്റ് ദ പാത്ത് ഓഫ് 2 പാരലൽ റേസ് റിഫ്ലക്റ്റഡ് ഫ്രം A' ആൻഡ് B സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം LMNഉം PQRഉം എന്താണ്, ഇൻസിഡൻ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് ആയിട്ട് പോയ റേസ് ആണ്. The QS and QT are perpendiculars drawn to LM and MN. Consider the triangles of SQM and TQM. Then angle SQM is equal to angle TQM is equal to theta. SM is equal to QM sin theta. And എന്താണ്, ഡിസ്റ്റൻസ് d ആയിട്ട് നമ്മൾ d sin theta എന്ന് പറഞ്ഞു. TM is equal to QM sin theta എന്താണ്, അതും d sin theta ആണ് വരുന്നത്. സോ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 റേസ് എന്താണ്, SM പ്ലസ് TM ആണ്. അപ്പോൾ നിങ്ങൾ ആ സ്ട്രക്ചർ ആദ്യം വരച്ചതിന് ശേഷം ഈ ഭാഗങ്ങളിൽ നോക്കുക. ഇപ്പോൾ എന്തൊരു d sin theta പ്ലസ് d sin theta ഇസ് ഈക്വൽ ടു എത്ര വരിക, 2d sin theta. ഒരു പറയേണ്ടത് എന്താണ്, ദ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ലാംഡ. സോ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി, n ലാംഡ ഈസ് ഈക്വൽ ടു 2d sin theta where n ഈസ് കാൾഡ് ദ ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? The Bragg's equation can be used to calculate the value of theta for diffraction maximum for a given value of n knowing lambda and d. നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസിഡൻ്റ് ആംഗിൾ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. By measuring theta for the diffraction maxima correspond to a particular n for X-rays of non-lambda, the interplanar distances for various kinds of lattice planes in crystals can be calculated using Bragg's equation. അപ്പോൾ ഇത്രയാണ് ബ്രാഗ്സ് ഇക്വേഷനിൽ വരുന്നത്. ഞാൻ ബ്രാഗ്സ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള 2 എക്സ്റേ മെത്തേഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്, ദ ബ്രാഗ്സ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ മെത്തേഡ് ഓർ സിംഗിൾ ക്രിസ്റ്റൽ മെത്തേഡ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ സിംപ്ലി നമ്മൾ എന്ത് പറയുക, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. അപ്പോൾ ഇതും ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ ബ്രാഗ്സ് ഇക്വേഷനാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ഫോർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽ ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാൾഡ് ബ്രാഗ്സ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, ബ്രാഗ്സ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരാം. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെ നോക്കാം. അതിന് മുമ്പ് ഈ സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്താണ്, when a monochromatic X-rays of non-wavelength generated in a X-ray tube is passed through a slit to a narrow beam. അവിടെ കാണാം എന്താണ്,
ഒരു എക്സ്റേ ട്യൂബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്റേ ഒരു മോണോക്രോമാറ്റിക് ബീം ഫോം ചെയ്തു. അതിന് ഒരു സ്ലിറ്റിലൂടെ, ഒരു നാരോ ഹോളിലൂടെ കടത്തി വിടുമ്പോൾ എന്താണ്, അതിനാണ് നമ്മൾ മോണോക്രോമാറ്റിക് ബീം എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിസ്റ്റലിലേക്ക് എത്തിക്കുകയാണ്. The beam is allowed to fall at a certain angle theta on a particular face of large single crystal mounted on a graduated turntable. അതായത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലാണ് എന്ത് നമ്മൾ ആ ക്രിസ്റ്റലിനെ വെച്ചിട്ടുണ്ടാവുക. അതിലേക്ക് എന്താണ്, ഒരു തീറ്റ ആംഗിളിൽ വന്ന് ആ മോണോക്രോമാറ്റിക് ബീം ഇൻസിഡൻ്റ് ആവുകയാണ്. The diffracted rays are allowed to pass into an independently rotatable recording device such as an ionization chamber containing an easily ionizable gas like SO2. അപ്പോൾ അവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ബീം എന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് എന്താണ്, ഒരു റെക്കോർഡറിലേക്കാണ് പോകുന്നത്. ആ റെക്കോർഡറിൽ എന്താ ഉണ്ടാവുക, ഒരു അയണൈസബിൾ ഗ്യാസ് ആണ് ഉണ്ടാവുക, ലൈക്ക് SO2, സൾഫർ ഡയോക്സൈഡ് പോലത്തെ ഒരു അയണൈസബിൾ ഗ്യാസിൽ ഒരു റെക്കോർഡറൊക്കെയാണ് എന്ത് ചെയ്യുക, ആ റിഫ്ലക്റ്റ് ചെയ്ത് പോണ റേ പോവുക. And it is connected to an electrometer. എന്താണ്, ഒരു ഇലക്ട്രോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. The rays ionize the gas inside the chamber producing a current which is measured by the electrometer. അപ്പോൾ എന്തിനാണ് നമ്മളത് ഇലക്ട്രോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ ഗ്യാസ് നമ്മൾ അയണൈസബിൾ ഗ്യാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ പാത്ത് റെക്കോർഡറിൽ. അപ്പോൾ നമ്മൾ ഡിഫ്രാക്ട് ചെയ്ത് പോകുന്ന റേസ് അയണൈസബിൾ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഗ്യാസിനെ അയണൈസ് ചെയ്യും. ആ അയണൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ആര് മെഷർ ചെയ്യും, നമ്മുടെ ഇലക്ട്രോമീറ്റർ മെഷർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോമീറ്ററിനെ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. The greater the intensity of the diffracted beam, greater will be the ionization produced by the gas and greater is the electrometer reading. അതായത് നന്നായിട്ട് റിഫ്ലക്ഷൻ നടന്നു വെച്ചെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യും, അയണൈസേഷൻ നടക്കും ഗ്യാസിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നന്നായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ അറിയാം, ഇലക്ട്രോമീറ്ററിൻ്റെ റീഡിങ് കൂടുതലായിരിക്കും ഉണ്ടാവുക. By rotating the turntable, the crystal is rotated gradually so that glancing angle theta at which X-rays impinge on exposed face of a crystal gradually increases. അപ്പോൾ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും, അതിൻ്റെ തീറ്റയുടെ വാല്യൂ കൂടി വരും. As the diffraction of the diffracted rays changes, the recorder is also rotated. അപ്പോൾ നമ്മളിങ്ങനെ തീറ്റ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റിഫ്ലക്ഷൻ്റെ റേ എന്ത് ചെയ്യണം, ആ അയനൈസബിൾ ഗ്യാസിലേക്ക് പോകണം, അല്ലെങ്കിൽ ഡിറ്റക്ടറിൻ്റെ അടുത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിറ്റക്ടറിനെയും മൂവ് ചെയ്യും. The particular values of theta observed in the increasing order of diffraction of maximum intensity correspond to the first, second and third order diffractions. The experiment is repeated for the other possible planes of the crystals. From the data, interplanar spacing d for the different kinds of planes of the crystals can be calculated. അപ്പോൾ ഇതേ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്റ്റലിനെ വേറൊരു പ്ലെയിനിലും ചെയ്യും. അങ്ങനെ പ്ലെയിനുകൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഇതേ മെത്തേഡ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്തറിയാം, അവരുടെ ഇടയിലുള്ള ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്ട്രക്ചർ ഓഫ് ന്യൂ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു മെറ്റീരിയൽ കണ്ടുപിടിച്ചാൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ റിക്വയർമെൻറ്റ് ഓഫ് ഗ്രോ നിയർലി പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ഡിഫ്രാക്ഷൻ. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർഫെക്റ്റ് സിമെട്രി ഉള്ളൊരു സ്ട്രക്ചർ, പെർഫെക്റ്റ് സിമെട്രി ഉള്ള ഒരു ക്രിസ്റ്റൽ വേണം എന്ത് ചെയ്യാൻ, ഇതിനെ വിധേയമാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഷാർപ്പ് എഡ്ജറായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫൈനായിട്ട് സ്ട്രക്ചറുള്ളൊരു ക്രിസ്റ്റൽ കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാമ്പിൾ ഉണ്ടാക്കുന്ന സമയത്ത് പല ക്രിസ്റ്റൽസ് എന്തായിരിക്കും, പല ഷേപ്പിലാണ് ഉണ്ടാവുക. ഒരു പെർഫെക്റ്റ് പ്ലെയിന് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ട്രക്ചറുള്ള ക്രിസ്റ്റൽസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ വരുന്ന സെക്കൻഡ് മെത്തേഡാണ് ദ പൗഡർ മെത്തേഡ്. അപ്പോൾ പൗഡർ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം ഇതാണ്. പിന്നെ മില്ലർ ഇൻഡിസസ് എന്താണെന്നുള്ളത് അത് 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സാം പ്രിപ്പറേഷൻ വീഡിയോസ് കണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇടും. അപ്പോൾ അതിൽ നമ്മൾ പറയും ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്. അപ്പോൾ അത് നോക്കാം. ഓൾറെഡി നമ്മൾ 2 അങ്ങനെ ഇട്ടിരുന്നു, Day 1 Day 2 പറഞ്ഞിട്ട്. ഇപ്പോൾ Day 3 Day 4 ഇന്ന് വൈകുന്നേരം ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം in the powder method, instead of taking a single crystal, a finely powdered mass of crystalline substance is taken in a thin walled glass capillary tube. അപ്പോൾ നേരത്തെ നമ്മളൊരു ക്രിസ്റ്റലാണ് എടുത്തിരുന്നത്.
ഇപ്പോൾ നമ്മൾ പൗഡർ മെത്തേഡിൽ എന്താണ് ക്രിസ്റ്റലിന് പകരം അതിനെ പൗഡറായിട്ടുള്ള പൗഡേർഡ് ഫോമാണ് നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക എന്താണ് ഒരു ഗ്ലാസ് കാപ്പിലറി ട്യൂബിൽ നമ്മൾ പൗഡറാണ് എടുക്കുക. നമ്മൾ ഏതിൻ്റെ സാമ്പിളാണ് നോക്കുന്നത് ആ ക്രിസ്റ്റലിൻ്റെ പൗഡർ ഫോമാണ് നമ്മൾ എടുക്കുക. ദ പൗഡേർഡ് സാമ്പിൾ കണ്ടെയ്ൻസ് എ വെരി ലാർജ് നമ്പർ ഓഫ് മൈക്രോ ക്രിസ്റ്റൽസ്. അപ്പോൾ സാമ്പിളിൽ എന്തുണ്ടാവും മൈക്രോ ക്രിസ്റ്റൽസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കാരണം ക്രിസ്റ്റൽസോളൊക്കെ പൊടിച്ചതാണ് ഉണ്ടാവുക. അതിന് നമ്മൾ പറയാം ക്രിസ്റ്റലിറ്റീസ് എന്നാണ് പറയാം. A beam of monochromatic X-rays made narrow by passing through a number of slits is allowed to fall on the sample tube around which is placed in a circular strip of photographic film. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എക്സ്റേ ബീം ഒരുപാട് സ്ലിറ്റിലൂടെ കടത്തി വിട്ടിട്ട് ചെയ്യും ഒരു മൊണോക്രോമാറ്റിക് ബീമായിട്ട് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യും ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബിലേക്ക് എന്ത് ചെയ്യും കടത്തി വിടും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്രാക്ഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഫിലിം അതിന് ചുറ്റും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ റിഫ്രാക്ഷൻസ് എന്ത് ചെയ്യും അതിലാണ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യും ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിലാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. The sample will have different set of microcrystals arranged such that each set will have a particular kind of lattice plane properly oriented for the occurrence of maximum diffraction at glancing angles. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൗഡേർഡ് ഫോമിലെടുത്താൽ എന്താണ് അതിൽ ഒരുപാട് മൈക്രോ ക്രിസ്റ്റൽസ് ഉണ്ടാവും. അതിന് ഓരോ മൈക്രോ ക്രിസ്റ്റൽസിനും ഇത്ര തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടാവും. മാക്സിമം ഡിഫ്രാക്ഷൻ കാണിക്കുന്ന ഒരു ആംഗിൾ തീറ്റ ആണ്. അത് പല ആൾക്കാർക്കും എന്തായിരിക്കും പല ക്രിസ്റ്റൽസിനും പലതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ഇൻ ദ ഓർഡർ ഓഫ് 1, 2, 3 എക്സെട്ര. ദ ഡിഫ്രാക്റ്റഡ് ബീംസ് മേക്ക് ആൻ ആംഗിൾ 2 തീറ്റ വിത്ത് ദ ഇൻസിഡൻറ്റ് ബീം. അപ്പോൾ അവിടെ ഡിഫ്രാക്റ്റ് ചെയ്ത ബീം എന്ത് ചെയ്യും നമ്മുടെ ഇൻസിഡൻറ്റ് ബീമായിട്ട് 2 തീറ്റ ആംഗിളാണ് എന്ത് ചെയ്യുക ഫോം ചെയ്യുക. ഡ്യൂ ടു ദ റാൻഡം ഓറിയൻറ്റേഷൻ ഓഫ് ക്രിസ്റ്റലിറ്റീസ് while still maintaining the Bragg's condition, the diffraction pattern from a particular set of plane traces of a cone around the incident beam with a semi-apex angle 2 theta. അപ്പോൾ ബ്രാഗ്സ് ഇക്വേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും വേണം, പക്ഷേ അതിൻ്റെ റാൻഡം ഓറിയൻറ്റേഷൻ ആണ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൽ ഒരു എന്താ പറയുക ഒരു കോൺ ഒരു സർക്കിൾ പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ എർത്തിനൊക്കെ ഷേപ്പായിട്ടുള്ളൊരു സ്പിരിക്കൽ ഷേപ്പാണ് എന്തുണ്ടാവുക അതിന് റിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാവുക. അപ്പോൾ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ മോഡൽ എന്താണ് ഇങ്ങനെ ഉണ്ടാവുക. അത് നമ്മൾ ഒക്കെ ആർക്കായിട്ടാണ് എന്ത് ചെയ്യുക കിട്ടുക. ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എലിപ്സ് സ്ട്രക്ചർ ആയിരിക്കും എന്തുണ്ടാവുക അതിൻ്റെ പാത്ത് ഉണ്ടാവുക. നമ്മൾ ഫോട്ടോഗ്രാഫിക് ഫിലിം നമ്മൾ എന്താണ് റൗണ്ട് പാറ്റേണിൽ അതിന് ചുറ്റും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആർക്കായിട്ടാണ് എന്ത് ചെയ്യുക കിട്ടുക. ഈച്ച് കോൺ വിൽ പ്രൊഡ്യൂസ് 2 arcs on the അല്ലെങ്കിൽ കോൺ ഷേപ്പാണ് ഉണ്ടാവുക. ഈച്ച് കോൺ വിൽ പ്രൊഡ്യൂസ് 2 arcs on the film placed symmetrically on either side of the direction. കിട്ടിയ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. സപ്പോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയർ ഓഫ് ഇക്വലൻ്റ് ആർക്സ് ഈസ് x. they subtend an angle 4 theta. Radius of the circle made by the film strip around the sample be r. Then circumference is 2 pi r. അപ്പോൾ x by 2 pi r is equal to 4 theta by 360. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ സോൾവ് ചെയ്യുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.